നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. ഈ ഹക്കിം കൂട്ടായി വാർത്ത വായിക്കുമ്പോൾ അത് ആസ്വദിച്ച് വായിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. നമ്മൾ ആ വാർത്ത ഇങ്ങനെ കേട്ടിരിക്കും, അതിൻ്റെ ഒഴുക്കും അതിൻ്റെ കയറ്റിറക്കങ്ങളും വളരെ കൃത്യമായി തന്നെ വായിക്കുന്നു എന്നുള്ളതാണ്. അതിനോട് പൂർണ്ണമായി നീതി പുലർത്തിയാണ് അങ്ങ് എന്തായാലും വിടവാങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊന്നും താങ്കളെ പോലുള്ള ആൾക്കാരെ സർവീസിൽ നിന്ന് വിരമിക്കാൻ അനുവദിക്കരുതായിരുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു നിലപാട്. ശ്രീ അബ്ദുൽ ഹക്കീം, അങ്ങ് ആദ്യം വായിച്ച വാർത്ത ഓർമ്മയുണ്ടോ? 27 വർഷങ്ങൾക്ക് മുമ്പ്. ഇല്ല, അന്ന് ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണല്ലോ വായിച്ചത്. തുടക്കമില്ലായിരുന്ന രണ്ട് ഭാഗത്ത്, അതായത് എൻ്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഗോപനും രാജശേഖരൻ എന്ന് പറയുന്ന, ഗോപൻ സാർ അറിയാലോ, വാർത്തകൾ വായിച്ചിരുന്ന ഗോപൻ അവിടെ. അപ്പോൾ ഗോപൻ സാറും അപ്പുറത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ രാജശേഖരൻ ഉണ്ട്, അദ്ദേഹം കാഷ്വലായിട്ട് അവിടെ വന്നിരുന്ന ആളാണ്. ഇവർ രണ്ടുപേരും ഇരുന്ന സൈഡിൽ നിന്നുകൊണ്ടാണ് എന്നെ കൊണ്ട് ആദ്യത്തെ വാർത്ത വായിപ്പിച്ചത്. അത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. പിന്നെ അന്ന് നമുക്കിതൊന്നും എടുത്തു വെക്കാനോ സേവ് ചെയ്ത് വെക്കാനോ ഒരു സംവിധാനം ഇല്ലല്ലോ, മൊബൈലില്ല, മറ്റു സംവിധാനങ്ങളൊന്നുമില്ല. പിന്നെ അവിടെയാണെങ്കിൽ സ്റ്റുഡിയോക്കകത്ത് മറ്റൊന്നും, അതായത് ക്യാമറ ഉൾപ്പെടെ വേറൊരു കാര്യവും അനുവദിക്കുകയില്ല. അപ്പം ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ നമുക്കത് ഓർത്തെടുക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്.